ഹലോ ഡിയർ ആസ്പിറൻസ്, വെൽക്കം ടു സൈലം SSC Arabic. അപ്പം ഒരുപാട് പേര് ഇപ്പം സെലക്ഷൻ പോസ്റ്റ് എക്സാം എഴുതി വന്നിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് കൺസേൺസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. എക്സാമിൽ ഫേസ് ചെയ്തിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, ഇന്റർഫേസ് കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ, എക്സാം നടത്തുന്ന ആൾക്കാരുടെ ബുദ്ധിമുട്ട്, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ, ഇതെല്ലാം കൂടെ കൺസേൺ ആയിട്ട് SSC CGL എക്സാമിന് ഇതുവരെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു കോൺഫിഡൻസ് ഒക്കെ പോയെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തർക്കായിട്ട് റിപ്ലൈ ചെയ്യുന്നതിനേക്കാളും നല്ലതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ഇതിനൊരു മറുപടി തരാൻ കൊണ്ട് തോന്നിയത് കൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വെൻഡർ ചേഞ്ചിന്റെ കാര്യം എല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ ആ ഒരു വെൻഡർ ചേഞ്ച് വന്നത് കാരണം ഓഫ് കോഴ്സ് നമുക്ക് എന്താണ് മാറ്റങ്ങൾ ഉണ്ടാവും. ആ മാറ്റങ്ങൾ നല്ലതാണോ ചീത്തയാണോ, അത് നമുക്ക് എങ്ങനെ അതിനൊക്കെ ടാക്കിൾ ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്ക് നോക്കുമ്പോൾ മെയിൻ ആയിട്ട് നമ്മൾ ഇവിടെ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുറെ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഇഷ്യൂസ് ഫേസ്ഡ് ബൈ സ്റ്റുഡൻസ് ഇൻ സെലക്ഷൻ പോസ്റ്റ് എക്സാംസിൽ. ഇപ്പം സെലക്ഷൻ പോസ്റ്റിന്റെ ഗ്രാജുവേറ്റ് ആൻഡ് അണ്ടർ ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിന്റെ മെട്രിക്കുലേഷൻ എക്സാമിന്റെ ഒക്കെ എക്സാംസ് ഒക്കെ കഴിഞ്ഞപ്പോൾ പലരുടെയും റിവ്യൂസും അവരൊക്കെ പറഞ്ഞ റെസ്പോൺസ് പ്രകാരം നമ്മൾ കൂടുതലായിട്ടും കണ്ടുവന്ന കുറച്ച് ഇഷ്യൂസ് എന്ന് പറയുന്നത്, പുതിയ വെൻഡർ ചേഞ്ചിൽ വന്ന ഇഷ്യൂസ് എന്ന് പറയുന്നത്, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ എക്സാം സെന്റർ കിട്ടുന്നത്. നമുക്കറിയാം നമ്മളെല്ലാവരും എക്സാം അപ്ലൈ ചെയ്യുന്ന സമയത്ത് 3 ഓപ്ഷൻസ് കൊടുക്കാറുണ്ട്. പൊതുവെ ആ ഒരു 3 ഓപ്ഷനിൽ തന്നെ നമുക്ക് എക്സാം സെന്റേഴ്സ് കിട്ടാറുണ്ടായിരുന്നു. പക്ഷെ ഇത്തവണ സെലക്ഷൻ പോസ്റ്റ് എക്സാം പലർക്കും കിട്ടിയിട്ടുള്ളത് ഈ 3 സെന്റേഴ്സേ അല്ലാത്ത വേറെ ഏതെങ്കിലും ദൂരെയുള്ള സെന്റേഴ്സ് ഒക്കെയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ആ ഒരു ബുദ്ധിമുട്ട് എല്ലാവർക്കും വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ കുറെ ഹോൾ ടിക്കറ്റിന്റെ ഇഷ്യൂസ് വന്നിട്ടുണ്ട്. ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, അത് സമയത്തിന് വരുന്നില്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. എസ്പെഷ്യലി നമുക്ക് ദൂരേക്കൊക്കെ സെന്റേഴ്സ് വരുന്ന സമയത്ത് അത്രയും ദൂരെയൊക്കെ ആണ് സെന്റർ എന്നുള്ളത് ആദ്യമേ അറിയാൻ പറ്റാതെ, ടിക്കറ്റ് ഒന്നും എടുക്കാൻ പറ്റാതെ ട്രാവലിങ്ങിനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ട് വന്ന കേസസും കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. അതേപോലെ തന്നെ എക്സാം സെന്ററിൽ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് എത്തിപ്പെട്ടാൽ തന്നെ എക്സാമിന്റെ എഴുതുന്നതിന്റെ സമയത്ത് സെർവർ ഇഷ്യൂസ് കാര്യങ്ങൾ വരുന്നുണ്ട്, ഒരുപാട് ടെക്നിക്കൽ ഗ്ലിച്ചസ് വരുന്നെന്ന് പറയുന്നുണ്ട്. ഏറ്റവും കൂടുതൽ അതേപോലെ കണ്ടിട്ടുള്ളതാണ് മൗസ് മര്യാദയ്ക്ക് ക്ലിക്ക് ആവുന്നില്ല എന്നൊക്കെ. പക്ഷെ അതിൽ തന്നെ ആദ്യത്തെ ദിവസത്തെ എക്സാം കഴിഞ്ഞ് പിന്നെ അതായത് അണ്ടർ ഗ്രാജുവേറ്റ് എക്സാം കഴിഞ്ഞ് പിന്നെ ഗ്രാജുവേറ്റിന് പോയപ്പോൾ ആ പ്രശ്നം ഇല്ലാത്തതായിട്ടും പറയുന്നുണ്ട്. ഇനി സെന്റേഴ്സിന്റെ പ്രശ്നമാണോ എന്താണെന്നുള്ളത് അറിയില്ല. അപ്പം ഇതൊക്കെ നമുക്ക് ഇനിയിപ്പോൾ അടുത്ത എക്സാം ആകുമ്പോഴേക്ക് CGL ആകുമ്പോൾ ഇതൊക്കെ സോർട്ട് ചെയ്യുമോ എന്നുള്ളത് നമുക്ക് നോക്കിക്കാണാം. അതേപോലെ ന്യൂ ഇന്റർഫേസിന്റെ ബുദ്ധിമുട്ട് അത് തീർച്ചയായിട്ടും ഉണ്ടാവും. ഒന്നാമത് നമ്മൾ ഒരുപാട് മോക്ക് എടുക്കുന്നതും കാര്യങ്ങളെല്ലാം ഇത്രയും കാലം TCSന്റെ ഒരു ഇന്റർഫേസിൽ ചെയ്ത് ശീലിച്ചതിന്റെ ബുദ്ധിമുട്ട്, അതിനോട് അഡാപ്റ്റ് ആവാനുള്ള ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവും. പിന്നെ പലരും പറയുന്നത് ഇംഗ്ലീഷിലൊക്കെ ലെങ്തി ക്വസ്റ്റ്യൻസ്, അതായത് പാരഗ്രാഫ് ഒക്കെ തരുന്ന സമയത്ത് സ്ക്രോൾ ചെയ്യാൻ അപ്പ് ആൻഡ് ഡൗൺ മാത്രമല്ല റൈറ്റ് ആൻഡ് ലെഫ്റ്റും കൂടെ സ്ക്രോൾ ചെയ്യേണ്ട ഒരു പ്രശ്നം വരുന്നുണ്ട്. കുറച്ചും കൂടെ ലെങ്തി ആയിട്ടാണ് പാരഗ്രാഫ് ഒക്കെ കിടക്കുന്നത്, പാസേജ് ഒക്കെ കിടക്കുന്നത്. അപ്പൊ അത് വായിച്ചെടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ആൻഡ് അതേപോലെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു അവയർനെസ് ഇല്ലാത്ത സ്റ്റാഫുകളാണ് കൂടുതലായിട്ടും അവിടെ ഉള്ളത്. അപ്പൊ അവരോട് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കുമ്പോൾ വ്യക്തമായ മറുപടി ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സൊല്യൂഷനും കാര്യങ്ങളും ലഭിക്കുന്നില്ല എന്ന പ്രശ്നങ്ങൾ കാണുന്നുണ്ട്. ആൻഡ് റിപ്പീറ്റേഷൻ ഓഫ് ക്വസ്റ്റ്യൻസ്, ഒരു ഷിഫ്റ്റിൽ തന്നെ ചോദിച്ചത് അതേ ക്വസ്റ്റ്യൻ, എക്സാക്ട് സെയിം ക്വസ്റ്റ്യൻ പിറ്റേന്നു വേറൊരു ഷിഫ്റ്റിൽ ചോദിച്ചതായിട്ട് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള റിപ്പീറ്റേഷൻ ഓഫ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. പിന്നെ വേറെ കുറച്ച് കാര്യങ്ങൾ കണ്ടിട്ടുള്ളത്, ക്വസ്റ്റ്യനിൽ റോങ് ആയിട്ടുള്ളത്, ഒരുപാട് റോങ് ക്വസ്റ്റ്യൻസ് വന്നു എന്ന് പറയുന്നുണ്ട്. ഫിഗർ ഇൻക്ലൂഡഡ് അല്ലാത്ത, ഫിഗർ വേണ്ട ക്വസ്റ്റ്യനിൽ ഫിഗർ കൊടുക്കാതെ ചോദിച്ചിട്ടുണ്ടെന്നുള്ളത് കുറെ പേര് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ കുറെ കാര്യങ്ങളാണുള്ളത്. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 2 കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. ഇതിൽ ഒന്നാമത്തെ കാര്യം, നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ കൺട്രോളിലുള്ള, നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന നമ്മുടെ പരിധിയിലുള്ള കാര്യങ്ങളിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മുടെ കൺട്രോളിലല്ലാത്ത കാര്യങ്ങളെ കുറിച്ച് കൂടുതലായിട്ട് എന്ത് ചെയ്യരുത്, ബോധേഡ് ആവരുത് എന്നുള്ളതാണ് ഒന്നാമത് പറയാനുള്ളത്. രണ്ടാമത്, നിങ്ങളിപ്പോൾ സെലക്ഷൻ പോസ്റ്റ് എക്സാം ഒക്കെ എഴുതിയവരാണെങ്കിൽ ഇതിൽ ഏതെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും SSCയെ അത് അറിയിക്കാം. ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്, ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. അത് എക്സാം സെന്ററിന്റെ കാര്യമാണെങ്കിലും ഹോൾ ടിക്കറ്റ് സമയത്തിന് കിട്ടാത്തതാണെങ്കിലും എല്ലാ പ്രശ്നങ്ങളും, നിങ്ങൾ ഫേസ് ചെയ്തിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും അത് പറഞ്ഞുകൊണ്ടൊരു മെയിൽ അയക്കുകയോ അല്ലെങ്കിൽ അവരുടെ, നമുക്ക് പോർട്ടലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഈ ssc.gov.in പോയിട്ടുണ്ടെങ്കിൽ അവരുടെ പോർട്ടലിൽ പോയാൽ കംപ്ലൈന്റ് കൊടുക്കാനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നിങ്ങൾ എല്ലാവരും കൊടുക്കാം. മാസമായിട്ട് കംപ്ലൈന്റും കാര്യങ്ങളും പോയാൽ മാത്രമേ അവരുടെ ഭാഗത്ത് നിന്ന് എന്ത് ചെയ്യുള്ളൂ, ഇതിനൊക്കെ ഒരു സൊല്യൂഷൻ കണ്ടിട്ട് അതിന്റെ ഒരു സൊല്യൂഷൻ എടുക്കേണ്ടത്, അല്ലെ, മെഷർമെന്റ്സ് എടുക്കേണ്ടത് അവരാണ്. നമുക്കിത് ആകെ ചെയ്യാൻ പറ്റുന്നത് ഒരു നമ്മുടെ ഭാഗത്തു നിന്നുമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ പ്രശ്നങ്ങൾ അവിടെ അവതരിപ്പിക്കാം എന്നുള്ളതാണ്. ആ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം നമ്മുടെ CGL എക്സാം ആകുമ്പോഴേക്കും കുറച്ച് സമയം നമ്മുടെ മുമ്പിൽ ഉള്ളതെങ്കിലും ആ സമയത്തേക്ക് ഇതിനെല്ലാം ഒരു പരിഹാരം അവർ കണ്ടുപിടിച്ച് തരും എന്നുള്ളത് തന്നെയാണ് വിശ്വസിക്കുന്നത്. പിന്നെ
ഇതിൽ വേറെ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് ഈ ഇന്റർഫേസിന്റെ കാര്യത്തിൽ മാറ്റങ്ങളൊന്നും വരുത്താൻ പറ്റത്തില്ല. ആകെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കഴിയുന്നതും പുതിയ ഇന്റർഫേസോട് കൂടെയുള്ള മോക്ക് ടെസ്റ്റുകൾ കൂടുതലായിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ചെയ്തു നോക്കുക. ഇത്രയും കാലം TCSന്റെ അതിൽ നിങ്ങൾ അഡാപ്റ്റഡ് ആണ്, നിങ്ങൾ യൂസ്ഡ് ആണടാ. ഒരുപാട് കാലമായിട്ട് ഇത് തന്നെ ചെയ്ത് നിങ്ങൾക്ക് കാണാപ്പാടം പോലെ നിങ്ങൾ നോക്കാതെ സ്ക്രീനിൽ നോക്കാതെ തന്നെ ആണ് എന്ത് ചെയ്യാറുള്ളത്, നെക്സ്റ്റ് ക്വസ്റ്റ്യനും മാർക്ക് ഫോർ റീഡും ഒക്കെ കൊടുക്കാറുള്ളത്. കാരണം നിങ്ങൾക്ക് അറിയാം അതിന്റെ പൊസിഷൻസ് ഓരോന്നിൻ്റെതും എവിടെയാണെന്നുള്ളത്. അപ്പൊ അതിൽ ചെറിയതാണെങ്കിലും മാറ്റങ്ങൾ വരുമ്പോൾ അതിനോട് അഡാപ്റ്റ് ആവാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അത് കുറച്ചെങ്കിലും അഡാപ്റ്റ് ആവണം എന്നുണ്ടെങ്കിൽ മാക്സിമം എന്ത് ചെയ്യുക, പുതിയ ഇന്റർഫേസ് വെച്ചിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ കൂടുതലായിട്ടും എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതേപോലെ രണ്ടാമത് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നത് റോങ് ക്വസ്റ്റ്യൻസ് വരുന്ന കേസ്. അതിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നതിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ നിങ്ങളുടെ പ്രശ്നം എന്താന്ന് വെച്ചാൽ ഇത് റോങ് ആണോ അല്ലയോ എന്നുള്ളത് മനസ്സിലാക്കാൻ ശ്രമിക്കാതെ എക്സാം ഹാളിൽ ഒരുപാട് സമയം ഇതിന് കളഞ്ഞിട്ട് നിങ്ങൾക്ക് ശരിക്കുമുള്ള, അതായത് നിങ്ങൾക്ക് അറിയുന്ന ബാക്കി ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, അവസാനം ചെയ്യാൻ സമയം കിട്ടാത്ത അവസ്ഥ വരും. ഇത് പണ്ട് മുതലേ പറയുന്നതാണ്, ആർട്ട് ഓഫ് സ്കിപ്പിംഗ് എന്ന് പറയുന്നത് വെറുതെ അല്ല, അത് പ്രാക്ടീസ് ചെയ്തേ പറ്റുള്ളൂ. സ്കിപ്പ് ചെയ്യാൻ പഠിക്കണം. കോമ്പറ്റേറ്റീവ് എക്സാമിനെ സംബന്ധിച്ച് സ്കിപ്പ് ചെയ്യാന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാത്തത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉള്ളത് സ്കിപ്പ് ചെയ്യുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അപ്പൊ റോങ് ക്വസ്റ്റ്യൻസ് വരാനുള്ള സാധ്യത ഇപ്പോഴേ മുൻകൂറായിട്ട് മനസ്സിൽ കാണാം. അതിനുവേണ്ടി എന്ത് ചെയ്യുക, പ്രിപ്പയർഡ് ആയിരിക്കുക. ക്വസ്റ്റ്യൻസിൽ എന്തെങ്കിലും അപാകത തോന്നുകയാണെങ്കിൽ അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യാതെ മൂവ് ഓൺ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. അപ്പം ബാക്കിയുള്ളതൊക്കെ നമ്മുടെ കൺട്രോളിലുള്ളതല്ല. അപ്പം ദിസ് മൊമെന്റ് വി ഹാവ് ടു ഫോക്കസ് ഓൺ ദ തിങ്സ് വി ക്യാൻ കൺട്രോൾ. നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളിൽ മാത്രം എന്ത് ചെയ്യുക, നമ്മൾ ഫോക്കസ് ചെയ്യുക. ബാക്കിയുള്ളതിനൊക്കെ എന്ത് ചെയ്യുക, നെഗ്ലക്ട് ചെയ്യുക. അപ്പൊ ഈ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ വേറെ കുറച്ച് കാര്യങ്ങൾ കൂടെ ഉണ്ട്. ഞാനിപ്പോൾ ഈ ഒരു ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളും ഒക്കെയാണ് ഇവിടെ നമ്മൾ ഇഷ്യൂസ് കുട്ടികൾ പറഞ്ഞിട്ടുള്ളത്. അതല്ലാതെ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ക്വസ്റ്റ്യൻസിലുള്ള പാറ്റേൺ ചേഞ്ച് ആണ്, ചേഞ്ചസ് ഇൻ ക്വസ്റ്റ്യൻ പാറ്റേൺ. അപ്പം ഓഫ് കോഴ്സ് ഇതും നമ്മൾ എന്ത് ചെയ്തതാണ്, ആദ്യം മുൻകൂറായിട്ട് കണ്ടതാണ് അല്ലെ. എന്തായാലും ഒരു വെൻഡർ ചേഞ്ച് വരുമ്പോൾ നമുക്ക് ക്വസ്റ്റ്യന്റെ പാറ്റേൺ ചേഞ്ചസ് വരും, ഓഫ് കോഴ്സ് വരണം. ഇത് ഒന്നാമത് നമുക്ക് ഈ ഒരു വെൻഡർ ചേഞ്ച് വരണമെന്ന് ആഗ്രഹിച്ചത് തന്നെ പാറ്റേൺ ചേഞ്ച് വരാനും എക്സാമിൽ കുറച്ച് ഡിഫിക്കൽറ്റി വരാനും തന്നെയാണ് പലരും പറയുന്ന വേറൊരു പ്രോബ്ലം എന്ന് പറയുന്നത്. എക്സാമിന് മോക്കൊക്കെ എടുക്കുന്ന സമയത്ത് നല്ല രീതിയിൽ സ്കോർ ചെയ്യുന്നതാണ്, 70-75+ ഒക്കെ കൺസിസ്റ്റന്റ് ആയിട്ട് അടിച്ചുകൊണ്ടിരിക്കുക. മീൻസ് അറ്റംപ്റ്റ് കേട്ടോ, മാർക്കല്ല, അറ്റംപ്റ്റ്സ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം സെലക്ഷൻ പോസ്റ്റിന് പോയ സമയത്ത് 60 ക്വസ്റ്റ്യൻസ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. എനിക്കത് കിട്ടുന്ന ഒരു ഹോപ്പും ഇല്ലാന്ന്. എടാ നിങ്ങൾ അത് അവരോട് ഞാൻ പറഞ്ഞ കാര്യം തന്നെ എനിക്ക് ഇവിടെയും പറയാനുള്ളൂ. ഒരിക്കലും നമുക്കിത് അവസാനം ഒരു സർട്ടിഫിക്കറ്റ് കിട്ടുന്ന ഒരു കോഴ്സ് അല്ല. നിങ്ങൾക്ക് ഇത്ര മാർക്ക് കിട്ടി, ഈ ഒരു മാർക്കും കൊണ്ട് എവിടെയെങ്കിലും പോയാൽ ജോലി ആരും തരാൻ പോകുന്നില്ല. നമ്മളെ സംബന്ധിച്ച് കോമ്പറ്റേറ്റീവ് എക്സാമിന് മാർക്കിനല്ല പ്രാധാന്യം, റാങ്കിനാണ് പ്രാധാന്യം. ഇത്രയും കാലം മാത്സ്, റീസണിങ്, ഇംഗ്ലീഷ് എന്ന് പറയുന്ന 3 ടോപ്പിക് എല്ലാവരും ചോദിച്ച ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ്ലി ചോദിച്ച് ഒരുപാട് കാര്യങ്ങളായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരുപാട് ആളുകൾക്ക് എന്താണ് ബൈ ഹാർട്ട് ആയി ക്വസ്റ്റ്യൻസ്. അതുകൊണ്ടാണ് ഈ 3 ടോപ്പിക്സിനും നമുക്ക് വെയിറ്റേജ് ഇല്ലാത്തൊരു അവസ്ഥയിലോട്ട് വരികയും GKയുടെ വെയിറ്റേജ് വെച്ചിട്ട് അല്ലെങ്കിൽ GKയുടെ മാർക്ക് മാത്രം ഡിസൈഡിങ് ഫാക്ടർ ആയിട്ട് മാറുന്ന ഒരു സിറ്റുവേഷനിലോട്ട് വന്നത്. അതിന്റെ ഒരു പോരായ്മ എന്താണെന്ന് വെച്ചാൽ കോമ്പറ്റീഷൻ ഭയങ്കര നാരോ പോയിന്റിൽ മാത്രം കളിക്കാന്നുള്ളതാണ്. അവിടെ നമുക്കൊരു ജെനുവിൻ ആയിട്ടുള്ള കോമ്പറ്റീഷൻ അല്ലായിരുന്നു നടക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് വലിയ രീതിയിൽ നമുക്ക് എന്ത് ചെയ്തത്, കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് ഒക്കെ നമ്മൾ വിചാരിച്ചതിലും ഒരുപാട് കയറിയത്. അപ്പൊ വെൻഡർ ചേഞ്ച് പറഞ്ഞ സമയത്ത് ഞാൻ ക്ലാസ്സിലാണെങ്കിലും ലൈവിലാണെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. വെൻഡർ ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ എക്സാമിന്റെ പാറ്റേൺ ചേഞ്ച് വരും, ക്വസ്റ്റ്യൻസിന്റെ ലെവലിൽ ചേഞ്ചസ് വരും, ക്വസ്റ്റ്യൻ ഡിഫിക്കൽട്ട് ആവും, കട്ട് ഓഫ് കുറയും. നിങ്ങൾ അറ്റംപ്റ്റ്സ് കുറഞ്ഞാൽ നിങ്ങൾ പേടിക്കേണ്ട, കാരണം കട്ട് ഓഫും അതിന് ആനുപാതികമായിട്ട് കുറയും എന്നുള്ളത് മനസ്സിലാക്കുക. ടെൻഷൻ അടിക്കേണ്ടത് ഈ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് എല്ലാം നിങ്ങൾക്ക് മാത്രം വരുന്നുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി, ടെൻഷൻ അടിച്ചാൽ മതി. ഇതെല്ലാവർക്കുമാണ്. ഈ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവരും ഒരേപോലെ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നത്തെ കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിച്ച് നിങ്ങൾ ഇത്രയും കാലം പ്രിപ്പയർ ചെയ്ത് വെച്ച നിങ്ങളുടെ ആ ഒരു കോൺഫിഡൻസും കാര്യങ്ങളും ഇല്ലാതാക്കരുതെന്ന് മാത്രമേ പറയാനുള്ളൂ. പിന്നെ ക്വസ്റ്റ്യൻ പാറ്റേണിൽ ചേഞ്ച് വരിക എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ പിന്നെ വേറൊരു കാര്യമുള്ളത്, ഇപ്പൊ മാത്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് പുതുതായിട്ട് ഒരു ക്വസ്റ്റ്യൻസും ചോദിച്ചിട്ടില്ല. എല്ലാവരും പറയുന്നുണ്ട് ആകെ പ്രശ്നമുള്ളത് കാൽക്കുലേറ്റീവ് ചോദിച്ചു, അല്ലെങ്കിൽ ക്വസ്റ്റ്യന്റെ വെയിറ്റേജ് മാറി. ആദ്യം നമ്മളോട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഇപ്പൊ ട്രിഗ്നോമെട്രിയിലൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് കുറവാണ് വരുന്നത്. അങ്ങനെ വെയിറ്റേജ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി. ഇതൊക്കെ എക്സ്പെക്റ്റഡ് ആണ്. അതിൽ പ്രശ്നം വരുന്നത് ആർക്കാന്ന് വെച്ചാൽ കുറെ ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് ഇതിങ്ങനെ ചെയ്താൽ അങ്ങനെ കിട്ടും എന്നുള്ള രീതിയിൽ ഷോർട്ട് ട്രിക്സ് മാത്രം പഠിച്ചു പോയവരെ സംബന്ധിച്ച് അത് ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ ഇതും എന്നും എല്ലാ ക്ലാസ്സിലും എല്ലാ ലൈവിലും തുടർച്ചയായി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ പഠിക്കേണ്ടത് കൺസെപ്റ്റ് ബേസ്ഡ് ആയിട്ടാണ്. ഒരു ടോപ്പിക് ഇപ്പൊ ടൈം സ്പീഡ് ഡിസ്റ്റൻസ് ആണെങ്കിൽ അതിന്റെ കൺസെപ്റ്റ് എല്ലാം മനസ്സിലാക്കി ലോജിക്കലി കണക്ട് ചെയ്ത് പഠിച്ചു വെച്ചാൽ ക്വസ്റ്റ്യൻസ് എങ്ങനെ തല തിരിച്ചും മറിച്ചും ചോദിച്ചാൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും.
അപ്പൊ യൂസ്ഡ് അല്ലാത്ത ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ കുറച്ച് സമയം ഏറെ എടുക്കുന്നുള്ള ഒരു വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ. അപ്പൊ ഇതെന്നും പറയുന്നതാണ്, ബൈഹാർട്ട് ചെയ്ത് പോയിട്ട് ഒരു കാര്യവും ഇല്ല. ഒരുപാട് ട്രിക്സ് നിങ്ങൾ പഠിച്ചു പോയിട്ട് ഒരു കാര്യവും ഇല്ല. അപ്പൊ അതല്ലാത്ത രീതിയിൽ പഠിച്ചു പോയ ആൾക്കാരെ സംബന്ധിച്ചിട്ട് ഓഫ് കോഴ്സ് ചെറിയ രീതിയിൽ എന്ത് ചെയ്യും, സമയത്തിൽ എല്ലാവർക്കും അത് ബുദ്ധിമുട്ടുണ്ടെന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ അറ്റംപ്റ്റ്സിന്റെ എണ്ണം നേരത്തേനേക്കാളും കുറയുമായിരിക്കും. പക്ഷെ അതിനെക്കുറിച്ച് ആലോചിച്ച് വറി ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ അതല്ലാതെ പിന്നെ വേറെ ക്വസ്റ്റ്യൻസിലുള്ള വേറൊരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ സിലബസിൽ ഇല്ലാത്ത ക്വസ്റ്റ്യൻസ് ചോദിച്ചു എന്നുള്ളതാണ്. അപ്പൊ മാത്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ മാത്സിൽ നമുക്കറിയാം ടിയർ 1 എന്തില്ല, പ്രോബബിലിറ്റി, സ്റ്റാറ്റിസ്റ്റിക്സ്, കോർഡിനേറ്റ് ജോമെട്രി തുടങ്ങിയ ടോപ്പിക്സ് ചോദിക്കാറില്ല. പക്ഷെ ഇത്തവണ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതൊക്കെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതിൽ തന്നെ ഈ പ്രോബബിലിറ്റിയുടെ കേസിൽ പലരും പറയുന്നത് മാത്സിലല്ല ഇത് ചോദിച്ചിരിക്കുന്നത് റീസണിങ്ങിലാണെന്നാണ്. അതെന്താണ് അങ്ങനെയാണെന്ന് അറിയില്ല. ഇതിന് ശരിക്കുള്ള ഒരു വശം അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് സെലക്ഷൻ പോസ്റ്റിന്റെ ആൻസർ കീ അല്ലെങ്കിൽ റെസ്പോൺസ് ഷീറ്റ് വരണം. അപ്പൊ നമുക്ക് നോക്കാം. എന്തായാലും പ്രോബബിലിറ്റിന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്, പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ ബേസ്ഡ് പ്രോബ്ലംസ് ചോദിച്ചിട്ടുണ്ട്. പിന്നെ സ്റ്റാറ്റിസ്റ്റിക്സ്, മീൻ മോഡ്, മീഡിയന്, നമ്മുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ പോലെയുള്ള ക്വസ്റ്റ്യൻസ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഏതായിരുന്നു, കോർഡിനേറ്റ് ജോമെട്രി. ഇത്രയാണ് നമ്മുടെ സിലബസിൽ ഇല്ലാത്തതെന്ന് പറഞ്ഞ് ചോദിച്ചു എന്ന് പറയുന്നത്. അപ്പൊ അതെന്താണ് അതിന്റെ ഒരു നിജസ്ഥിതി എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് റെസ്പോൺസ് ഷീറ്റ് വരണം. പിന്നെ അതേപോലെ തന്നെ സിലബസ് ഔട്ട് ഓഫ് സിലബസ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് ആ ഒരു ഒബ്ജക്ഷൻ റേസ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. അപ്പൊ അത് നമുക്ക് അപ്പോൾ നോക്കാം. എന്നാലും ഇങ്ങനെ ചോദിച്ച സ്ഥിതിക്ക് നമ്മൾ എന്ത് ചെയ്യേണ്ട, ഇതിനെ പൂർണ്ണമായും തള്ളിക്കളയേണ്ട. നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പോർഷൻസ് എന്നെല്ലാം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൺസെപ്റ്റും കാര്യങ്ങളും ഞാനത് വീഡിയോ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാം, നമുക്കൊന്ന് ഓടിച്ചു നോക്കി വെക്കാം. വലിയ ബുദ്ധിമുട്ടുള്ളതൊന്നല്ല. പ്രോബബിലിറ്റി നമ്മൾ പ്ലസ് 1 പ്ലസ് 2 ലെവലിൽ പഠിക്കുന്ന ഹയർ ലെവൽ സാധനമൊന്നല്ല ചോദിക്കാറുള്ളത്, നമുക്കറിയാം. അപ്പൊ ആ ഒരു രീതിയിൽ നമുക്ക് അത്യാവശ്യമായി അറിഞ്ഞിരിക്കേണ്ട എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യാം, ഈ 3 ടോപ്പിക്കൊന്നും ചെറിയ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് നോക്കി വെക്കാം. പിന്നെ ഇത് കൂടാതെ പിന്നുള്ളത് നമ്മുടെ ഇതിലെ മെൻസുറേഷനിലെ പ്രിസം പിരമിഡ് ബേസ്ഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ചോദിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ ഓൾറെഡി ടിയർ 2 വേണ്ടി പഠിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പം അത് ഓൾറെഡി എല്ലാവരും ഒന്ന് ജസ്റ്റ് ഒന്ന് ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ നോക്കി വെച്ചിട്ടുള്ളതായിരിക്കും. അതൊന്നുകൂടെ എന്ത് ചെയ്യാം, അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക എന്നുള്ളതാണ്. ഇതിന്റെ എല്ലാം തന്നെ നമ്മൾ വീഡിയോ എന്ത് ചെയ്യുന്നതാണ്, നിങ്ങൾക്ക് എക്സാമിന് മുമ്പായിട്ട് തന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. കഴിയുന്നതും അതിപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യുന്നത് നമുക്ക് ഈ ഒരു റെസ്പോൺസ് ഷീറ്റ് അടുത്തെങ്ങാൻ വരികയാണെങ്കിൽ അപ്പൊ അതിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ബേസ്ഡ് ആയിട്ട് നമുക്ക് ആ ഒരു രീതിയിൽ എന്ത് ചെയ്യാം, ഒരു വീഡിയോ ചെയ്യുകയാണെങ്കിൽ നല്ലതെന്നുള്ളതാണ് ഞാനിപ്പം കരുതുന്നത്. അപ്പൊ എന്തായാലും നമുക്കൊന്നൊരു 2-3 ഡേയ്സ് ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അതേപോലെ തന്നെ ഇനി റീസണിങ്ങിലോട്ട് വരികയാണെങ്കിൽ റീസണിങ്ങിലും ഇതേപോലെ ഒരുപാട് പേര് പറഞ്ഞു കണ്ടു നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്നത് മെയിൻസ് ലെവലാണ്, കുറച്ച് ഡിഫിക്കൽട്ട് ആണ്, അത് ഇതെന്നൊക്കെ പറഞ്ഞു. അപ്പം കൂടുതലായിട്ടും ഈ സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, സ്റ്റേറ്റ്മെന്റ് അസംഷൻസ്, സ്റ്റേറ്റ്മെന്റ് കൺക്ലൂഷന്, ഇൻഫറൻസ്, ഇങ്ങനത്തെ ബേസ്ഡ് ആയിട്ടുള്ള അതും അതേപോലെ ക്രിട്ടിക്കൽ തിങ്കിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ റീസണിങ്ങിൽ വന്നിട്ടുണ്ട്. സാധാരണ ചോദിക്കുന്ന ടിയർ 1 ഭയങ്കര ഈസി ലെവൽ ക്വസ്റ്റ്യൻസ് അല്ല എന്നുള്ളതാണ് പറയുന്നത്. അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഓഫ് കോഴ്സ് അങ്ങനെ ബുദ്ധിമുട്ട് കൂടിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു പ്രശ്നം പറ്റുന്നത്, പൊതുവെ അത്യാവശ്യം പഠിച്ച ഒരാളെ സംബന്ധിച്ച് റീസണിങ് എന്ന് പറയുന്നത് 25 ഔട്ട് ഓഫ് 25 സ്കോർ ചെയ്യുന്ന ഒരു പേപ്പർ ആയിരിക്കും. അപ്പം മീൻസ് സബ്ജക്റ്റ് ആയിരിക്കും. അപ്പം നിങ്ങൾക്ക് എന്താവും, ഇവിടെ നിങ്ങൾക്ക് അറ്റംപ്റ്റ്സ് കുറയുമ്പം അതിന് പ്രിപ്പയർഡ് ആയിരിക്കാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഈ റീസണിങ് ആണെങ്കിലും മാത്സ് ആണെങ്കിലും ഒക്കെ അറ്റംപ്റ്റ്സ് കുറയും. പക്ഷെ അറ്റംപ്റ്റ്സ് കുറയുന്നത് എല്ലാവർക്കും കുറയും എന്നുള്ളത് മനസ്സിലാക്കുക. നിങ്ങൾക്ക് മാത്രമല്ല അതിനനുസരിച്ച് കട്ട് ഓഫും കുറയും എന്നുള്ള വ്യക്തമായ ഒരു അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ. അത്രയാണ് റീസണിങ്ങിലോട്ട് വരുമ്പോൾ ഉള്ളത്. ആ ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ചോദിച്ചതെന്നാണ് പറയുന്നത്. പിന്നെ നമ്മുടെ GK വരികയാണെങ്കിൽ GK നോക്കുകയാണെങ്കിൽ GK സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് കുറെ ചോദിക്കുന്നു എന്നാണ് പറയുന്നത്. ആദ്യം നമുക്കറിയാം അങ്ങനെ SSCക്ക് അധികം ഡീപ്പായിട്ട് സ്റ്റേറ്റ്മെന്റ് പ്രോബ്ലംസ് വരാറില്ല. അപ്പൊ ഇത്തവണ കൂടുതൽ സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ആയിട്ടുള്ള പ്രോബ്ലംസും അതേപോലെ തന്നെ കറന്റ് അഫേഴ്സ് ഒക്കെ ഭയങ്കര ഓൾഡ് ആയിട്ടുള്ള കറന്റ് അഫേഴ്സ് ഒക്കെ 2 വർഷം മുമ്പുള്ള കറന്റ് അഫേഴ്സ് ഒക്കെ ചോദിച്ചു എന്നാണ് പറയുന്നത്. എന്നിനിപ്പോ ചാടി കയറി നിങ്ങൾ പണ്ടത്തെ കറന്റ് അഫേഴ്സ് ഒക്കെ ഇരുന്ന് പഠിച്ച സമയം കളയാൻ നിൽക്കരുത്. അതിൽ ഒരുപാട് സമയം ഇൻവെസ്റ്റ് ചെയ്യരുത്. ഓഫ് കോഴ്സ് സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ആയിട്ട് എന്ത് ചെയ്യാം, ഇത് നിങ്ങൾ കുറച്ചും കൂടെ പഠിക്കുന്ന കാര്യങ്ങൾ പ്രോപ്പർ ആയിട്ട് വൃത്തിക്കൊന്ന് നോക്കാൻ വേണ്ടി നോക്കുക. ഈ 1 ലൈൻ ആയിട്ടുള്ള രീതിയിലല്ലാതെ കുറച്ചും കൂടെ മനസ്സിലാക്കിയിട്ട് പഠിക്കുന്ന കാര്യങ്ങൾ കേട്ടോ, പുതുതായിട്ടുള്ള കാര്യങ്ങളല്ല പറയുന്നത്. അതേപോലെ ഇപ്പം വിഷ്ണു സാറാണെങ്കിലും GKയുടെ ലൈവും കാര്യങ്ങളൊക്കെ വെക്കുമ്പോൾ സാറാണെങ്കിലും കൂടുതൽ ആ രീതിയിലാണ് നിങ്ങൾക്ക് കൺസെപ്റ്റ്സ് ഒക്കെ പറഞ്ഞു തരാറുള്ളത്. അപ്പൊ അതിന്റെ രീതിയിൽ ആ ഒരു രീതിയിൽ തന്നെ സാറിന്റെ വരുന്ന ലൈവുകളും ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, കൂടുതലായിട്ടൊന്ന് കണ്ട് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. അതേപോലെ ഇംഗ്ലീഷിലോട്ട് വരുമ്പം റീഡിംഗ് സ്കിൽസ് നോക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ്, നമ്മുടെ കോംപ്രഹെൻഷൻ ഉണ്ടല്ലോ, റീഡിംഗ് കോംപ്രഹെൻഷൻ ആയിട്ടുള്ള അല്ലെങ്കിൽ പാസേജസ് വരുന്ന ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു എന്നാണ്. പൊതുവെ ടിയർ 1 ചോദിക്കാത്തതാണ്.
അപ്പം അത് CGL ഉണ്ടാവുമോ എന്ന് ഉറപ്പില്ല. റീഡിംഗ് കോംപ്രഹെൻഷൻ നമുക്ക് സെലക്ഷൻ പോസ്റ്റിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് അങ്ങനെ വന്നതാണോ എന്ന് അറിയില്ല. എന്നാലും ഒന്ന് പ്രിപ്പയർഡ് ആയിരിക്കാം. വൊക്കാബ്സിന്റെ എണ്ണം ഗണ്യമായി കുറഞ്ഞു എന്നുള്ളതാണ് പറയുന്നത്. ഇതൊക്കെ നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ എന്താണ് നമ്മുടെ ഇത് വരണം, റെസ്പോൺസ് ഷീറ്റ് വരണം. അപ്പോഴേ നമുക്ക് ശരിക്കും മനസ്സിലാവുള്ളൂ. അതേപോലെ ആക്റ്റീവ് പാസീവും നറേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ഡയറക്റ്റ് ഇൻഡയറക്റ്റ് ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ആക്റ്റീവ് പാസീവ് ഡയറക്റ്റ് ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് ചോദിക്കുന്നുണ്ട്, വെയിറ്റേജ് കൂടി. അത് ഓഫ് കോഴ്സ് അത് പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ച് നല്ലതാണ്, നമുക്ക് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നല്ല. അപ്പം അങ്ങനെയുള്ള ചേഞ്ചസ് ഒന്ന് നോക്കി വെക്കാം. പിന്നെ ഈ പറഞ്ഞ പോലെ റീഡിംഗ് സ്കിൽസ് എന്ത് ചെയ്യുക, ഇനിയുള്ള സമയത്താണെങ്കിലും പാസേജസ് ഒക്കെ വരികയാണെങ്കിൽ റീഡിംഗ് സ്കിൽസ് ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. പാരാജമ്പിൾസ് കൂടുതലായിട്ട് വന്ന് കാണുന്നുണ്ടെന്നാണ് പറയുന്നത് കേട്ടോ, പാരാജമ്പിൾസ് ഒക്കെ. അപ്പൊ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. നിങ്ങൾക്ക് ആകെ ചെയ്യാൻ പറ്റുന്ന ഇതൊക്കെ ഇനി പോയി പഠിക്കണം എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഒരു മെയിൻസ് ലെവലിൽ ഉള്ള ക്വസ്റ്റ്യൻസ് മാത്സിലും റീസണിങ്ങിലും ഒക്കെ കൂടുതൽ വരിക എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് Tier 2ന്റെ സെക്ഷണൽ ടെസ്റ്റ് എങ്കിലും. ഫുൾ മോക്ക് ടെസ്റ്റ് എടുക്കാനുള്ള സമയമൊന്നും നമ്മുടെ മുമ്പിൽ ഇല്ല, നമുക്ക് പഠിക്കാനും റിവിഷൻ ചെയ്യാനുള്ള സമയമേ ഉള്ളൂ. അപ്പം സെക്ഷണൽ ടെസ്റ്റുകൾ എന്ത് ചെയ്യാം, എടുക്കുന്നത് നല്ലതായിരിക്കും. എസ്പെഷ്യലി റീസണിങ്ങിലൊക്കെ. റീസണിങ്ങിൽ ക്രിട്ടിക്കൽ തിങ്കിങ്ങും സ്റ്റേറ്റ്മെന്റ് കൺക്ലൂഷനും സ്റ്റേറ്റ്മെന്റ് ഇൻഫറൻസ് പോലെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കൂടുതൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും അവിടെ ചെയ്യാൻ പറ്റും. അപ്പൊ അതിന്റെയൊക്കെ സെക്ഷണൽ ടെസ്റ്റ് എടുത്ത് നോക്കുന്നത് നല്ലതായിരിക്കും. മാത്സിൽ വരുന്ന ഇതേപോലെ പുതുതായിട്ട് ചോദിക്കുന്ന എന്ത് ചെയ്യാം, നമുക്കത് ഒരു ക്ലാസ് ആയിട്ട് തന്നെ ഇടാൻ വേണ്ടി ശ്രമിക്കാം. ഇതിൻ്റെയൊക്കെ ഓരോരോ ക്ലാസ് ആയിട്ട് തന്നെ ഇട്ടിട്ട് നമുക്കത് ശരിയാക്കാൻ വേണ്ടി നോക്കാം. പിന്നെ നിങ്ങൾ ആകെ ചെയ്യേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഓക്കെ നമുക്കിത് ഏകദേശം മനസ്സിലായല്ലോ, പാറ്റേണിൽ വരുന്ന ചേഞ്ചസും കാര്യങ്ങളും മനസ്സിലായി. അപ്പൊ നിങ്ങൾ എന്തൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ എന്തൊക്കെയാണ് നിങ്ങൾ കാര്യമായിട്ട് നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ളത് എക്സ്പെക്ട് ദ അൺഎക്സ്പെക്റ്റഡ് ആണ്. ഇപ്പൊ ഏകദേശം ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. എനിക്ക് തോന്നുന്നു സെലക്ഷൻ പോസ്റ്റ് എക്സാം എഴുതിയ ആൾക്കാർക്കൊക്കെ നല്ലതാ ഒരു കണക്കിന്. നിങ്ങൾക്ക് ഒരു ഫസ്റ്റത്തെ ഒരു ഇതുണ്ടല്ലോ, അന്താളിപ്പുണ്ടല്ലോ, അത് മാറിയിട്ടുണ്ടാവും. അപ്പൊ നേരെ പോയി CGL-നായിരുന്നു ഇത് എഴുതുന്നതെങ്കിലോ, ഇനി എഴുതാത്ത ആൾക്കാരുണ്ടെങ്കിൽ, സെലക്ഷൻ പോസ്റ്റ് എഴുതിയിട്ടില്ല CGL എഴുതാൻ പോകുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇവർ പറയുന്ന അല്ലെങ്കിൽ ഞാൻ ഈ പറയുന്ന അവരുടെ അനുഭവങ്ങൾ വെച്ചിട്ട് നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് പ്രിപ്പയർഡ് ആയിരിക്കാം. നമ്മൾ ഏറ്റവും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എക്സ്പെക്ട് ചെയ്യാം. എക്സാമിന് പോയിട്ടുണ്ടെങ്കിൽ എക്സാമിൽ ഒരുപാട് ടെക്നിക്കൽ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് നമ്മുടെ മെന്റൽ ഹെൽത്തിനെ ബാധിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ പാനിക് ആവാതിരിക്കാൻ വേണ്ടിയിട്ടും ശ്രമിക്കാം. ആ ഒരു മൈൻഡ് സെറ്റോട് കൂടെ തന്നെ പോവുക. അതായത് എക്സാം ഡിഫിക്കൽട്ട് ആയിരിക്കും. നിങ്ങൾ പോയി റീസണിങ്ങിന് സാധാരണ 25 അറ്റംപ്റ്റ്സ് ഉള്ളത് 15, 16, 17 അറ്റംപ്റ്റ്സ് ആയി എന്ന് വെച്ചിട്ട് ടെൻഷൻ അടിക്കരുത്. ഓക്കെ എന്റെ മാർക്ക് കുറവാണ്, എനിക്കിത് കിട്ടൂല എന്നുള്ള ധാരണയിൽ എത്തിയിട്ട് ബാക്കി നിങ്ങൾക്ക് അറിയുന്ന ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യരുത്, കളഞ്ഞു കുളിക്കരുത്. ഓക്കെ അപ്പൊ ആ ഒരു രീതിയിൽ തന്നെ എന്താണോ ഇനി വരാനിരിക്കുന്നത് എന്നുള്ള രീതിയിൽ പ്രിപ്പയർഡ് ആയിരിക്കാം. പിന്നെ അടുത്ത നമുക്ക് പറയാനുള്ളത്, ഇനിയിപ്പം റെസ്പോൺസ് ഷീറ്റ് വരുന്ന സമയത്ത് അത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് ഹോപ്പ് ചെയ്യാം, അതായത് എക്സാമിന് മുമ്പ് തന്നെ വരും എന്നുള്ളത്. സെലക്ഷൻ പോസ്റ്റിൻ്റെത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ഡിഗ്രി ലെവലിന്റെയും അതേപോലെ തന്നെ മെട്രിക്കുലേഷൻ 3 ലെവലായിട്ട് എക്സാം നടന്നിട്ടുണ്ട്. ഇതിന്റെ ഒക്കെ എന്ത് ചെയ്യാം, മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. എല്ലാത്തിലും ആ ഒരു പേപ്പർ, കാരണം നമ്മുടെ പുതിയ പാറ്റേൺ അനുസരിച്ചിട്ട് നമ്മുടെ മുമ്പിൽ വരാൻ പോകുന്നത് ഈ ഒരു എക്സാം മാത്രമാണ്. അത് വന്നാലും കേട്ടോ, വരും എന്നുള്ളത് ഉറപ്പൊന്നുമില്ല, വരുന്ന പ്രതീക്ഷിക്കാം. വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം എന്ത് ചെയ്യുക, ചെയ്ത് നോക്കാം. എസ്പെഷ്യലി മാത്സും റീസണിങ്ങും ഒക്കെ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്ത് അതിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്ത് വർക്കൗട്ട് ചെയ്ത് സെറ്റാക്കി എടുക്കുക. ടൈം ബൗണ്ടഡ് ആയിട്ട് തന്നെ ചെയ്ത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ Tier 2ന്റെ സെക്ഷണൽ ടെസ്റ്റ് എന്ത് ചെയ്യുക, സെക്ഷണൽ ടെസ്റ്റ് അറ്റംപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. പിന്നെന്താണ്, അതേപോലെ ഞാൻ പറഞ്ഞു നമ്മുടെ പുതിയ നമുക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്ന ടോപ്പിക്സ് എന്നൊക്കെയുള്ള എന്താ കൺസെപ്റ്റ്സിന്റെ വീഡിയോ ഒക്കെ ചെയ്യാമെന്ന് പറഞ്ഞു. അതൊക്കെ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. ആൻഡ് വേറെ ഒന്ന് പറയാനുള്ളത് എന്താ വെച്ചാൽ, വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. പിന്നെ ഡിഫിക്കൽട്ടി ലെവലിനെ കുറിച്ച് ആലോചിച്ച് ടെൻഷൻ ആവാതിരിക്കാം മക്കളെ. ഡിഫിക്കൽട്ട് ആവുന്നത് നല്ലതാണ്. അതെങ്ങനെ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ടെന്ന് എനിക്കറിയില്ല. എക്സാം ഡിഫിക്കൽട്ട് ആവാന്ന് പറയുമ്പോൾ ഒരു കോമ്പറ്റീഷൻ വൃത്തിക്ക് നടക്കും എന്നുള്ളതാണ്. പിന്നെ ഇത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ എക്സാമിന്റെ മാർക്ക് കിട്ടിയിട്ട് നിങ്ങൾക്ക് ഒരുപാട് മാർക്ക് കിട്ടിയിട്ട് യാതൊരു ബെനിഫിറ്റും ഇല്ല. എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ബാക്കിയുള്ള ആൾക്കാരെയും കാണും എത്ര കൂടുതൽ മേടിക്കുന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പൊ എക്സാം ഡിഫിക്കൽട്ട് ആണെങ്കിൽ എല്ലാവർക്കും ഡിഫിക്കൽട്ട് ആയിരിക്കും, എക്സാം ഈസി ആണെങ്കിൽ എല്ലാവർക്കും ഈസി ആയിരിക്കും എന്നുള്ള ആ ഒരു ബോധ്യം മനസ്സിൽ വെക്കുക. ഇനി ഇങ്ങനെയുള്ള ഒരുപാട് നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് ഇനിയിപ്പോൾ എന്ത് ചെയ്യും, ഒരുപാട് നെഗറ്റീവായിട്ടുള്ള വാർത്തകൾ എന്ത് ചെയ്യും ഇവിടെയൊക്കെ സ്പ്രെഡ് ചെയ്യുന്നുണ്ടാവും. ഒരുപാട് രീതിയിൽ നിങ്ങളുടെ മുന്നിലോട്ടെത്തും. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഒഴിവാക്കി നിർത്തുക. ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം മനസ്സിലോട്ട് എടുക്കുക.
അത്രമാത്രമേ നമ്മുടെ മുമ്പിലോട്ട് ചെയ്യാനുള്ളൂ. അപ്പൊ ഞാൻ ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. നമ്മൾ ഈ ഒരു പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കുക, എന്താണ് ഈ മാറ്റങ്ങൾ എന്നുള്ളത് മനസ്സിലാക്കുക, അതിനെ പ്രിപ്പയർഡ് ആയിരിക്കുക, മൈൻഡ് നല്ല രീതിയിൽ പ്രിപ്പയർഡ് ആയിരിക്കുക. മാറ്റത്തിനനുസരിച്ചുള്ള രീതിയിൽ നമുക്ക് പ്രിപ്പറേഷനിൽ വരുത്താനുള്ളത് പുതിയ കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളതല്ല, ആ ഒരു ലെവലിനനുസരിച്ചുള്ള പ്രിപ്പറേഷൻ ഇനിയുള്ള സമയം നോക്കുക. ആൻഡ് എസ്പെഷ്യലി നമുക്ക് സെലക്ഷൻ പോസ്റ്റിന്റെ ആൻസർ കീ വരികയാണെങ്കിൽ അതിന്റെ പേപ്പേഴ്സ് എല്ലാം വൃത്തിക്കൊന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. അപ്പം വൺസ് അഗെയിൻ നിങ്ങൾ പാനിക് ആവാതിരിക്കുക, ടെൻഷൻ ആവാതിരിക്കുക. ഈ ഒരു മാറ്റങ്ങളെല്ലാം എല്ലാവർക്കും ഒരേപോലെയാണ്, നിങ്ങളെ മാത്രമല്ല ബാധിക്കുക എന്നുള്ള ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് പോസിറ്റീവായിട്ട് ഇത്രയും കാലം നിങ്ങൾ എങ്ങനെയാണോ ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്തത് അതേ മൈൻഡ് സെറ്റോടുകൂടെ അതേ കോൺഫിഡൻസോടുകൂടെ ഇനിയുള്ള ദിവസങ്ങളിലും വൃത്തിയായി പ്രിപ്പയർ ചെയ്യാം. ഓൾ ദി ബെസ്റ്റ്.